സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ പോലും പറ്റുന്നില്ല. ബസ് ഷോപ്പാട്ടോ ഫുള്ള് മുഷ്കിലാണ്. ഞാൻ ഇറാഖിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് പെട്രോൾ അടിക്കുന്നത്. ഇവിടെ സെൽഫാട്ടോ. ഇറാനിലൊക്കെ പോലെ സെൽഫ് ഇവിടെ. हिंदी 91 95 बंगाली है. हाँ के कितने का है? 91 का है. 91 ये कितना है? 91 لا 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 هذا 1 اوكي وين ايوه فل هذا في موجود قدامه. انت عربي سوبر الله. في هنا في موجوده كيرلا. كيرلا معلوم. انت وين؟ ശ്വാസം കിട്ടുന്നില്ല. $11,300 കേട്ടോ. അവിടെ വണ്ടി വെച്ചിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. കിടക്കാൻ തുടങ്ങി മൊത്തത്തിൽ. ഇത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ഓക്കെ, വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് സൈഡിൽ നിന്ന് അങ്ങേ തലയായി. എനിക്ക് ബ്രീത്തിങ് കിട്ടുന്നില്ല കേട്ടോ. അസുഖമാണോ എന്താണെന്നറിയില്ല, പ്രോപ്പറായിട്ട് എനിക്ക് ബ്രീത്തിങ് കിട്ടുന്നില്ല. അതുകൊണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ പണിയാണ്. അവിടെ ചെസ്റ്റിലിങ്ങനെ കൈവെക്കാൻ മനസ്സിലായി. എൻ്റെ ഹാർട്ട് ബീറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റാമിനേൻ്റെ ഇഷ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാമിനേൻ്റെ ഇഷ്യൂ ആണെന്ന് അറിയില്ല, എന്നറിയില്ല. എനിക്ക് തീരെ ബ്രീത്തിങ് കിട്ടുന്നില്ല. അപ്പോൾ ഭയങ്കര പ്രശ്നത്തിലല്ലേ. എൻ്റെ പ്ലാൻ എത്രയേ ഉള്ളൂ. ഇവിടെ 400 കിലോമീറ്റർ ഉണ്ട് കാർബയിലേക്ക്. അപ്പം മെല്ലെ ഒരു മണിക്കൂർ റൈഡ്, 1 മണിക്കൂർ റെസ്റ്റ്, 1 മണിക്കൂർ റൈഡ്, 1 മണിക്കൂർ റെസ്റ്റ്. കാരണം ഈ ഒരു വെതർ ചേഞ്ച് ആകുന്നവരെ നമുക്ക് ഇങ്ങനെ പോയിട്ടേ കാര്യമില്ല കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ വെതറിൽ നമ്മൾ ആർത്തി പിടിച്ചിട്ട് വേഗം പോയി കഴിഞ്ഞാൽ പണി പശുവിനെ കിട്ടും. പിന്നെ ഞാൻ രാവിലെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യണം. ബിസ്ക്കറ്റ് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം, ഇതൊന്ന് റെസ്റ്റ് എടുക്കണം. ഇതൊരു ഓട്സിൻ്റെ ചോക്ലേറ്റ് ഓട്സാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റ് എന്താ പറയുക, സ്ട്രോബെറി ഫ്ലേവർ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം പൊടി കുറച്ചുകൂടി നല്ലതായിരിക്കും മിക്കവാറും. തിന്നോക്കാം. ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കല്ലി വലിക്കണം. വെച്ചിട്ട് കണ്ണാന്നില്ല, ടേസ്റ്റൊക്കെ അടക്കില്ല കേട്ടോ. ഈ ഇംഗ്ലീഷ് ഓക്കെ, MALLU TRA അതാ നീ അയവാ നീ ചങ്ങായി ഞാൻ ചോദിച്ചേട്ടും. ആദ്യം ഇവരൊക്കെ ഞാൻ പരിക്കന്മാരാണ് ചോദിച്ചു. ഇവർ പാവങ്ങൾ കേട്ടോ. എല്ലാവരും സംസാരിക്കുന്നത് ഭാഷ അറിയാത്ത കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് എല്ലാവരും പാവങ്ങളാണ്. ഹോസ്പിറ്റാലിറ്റി ഓക്കെ പുള്ളി ഓക്കെ, താങ്ക് യു ബ്രദർ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൈസ വാങ്ങില്ല. ഇപ്പം പുള്ളി അതിൻ്റെ പൈസ വാങ്ങിയിട്ടില്ല. പുള്ളി പറഞ്ഞത് ഇത് ഹോസ്പിറ്റാലിറ്റി എന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റാലിറ്റി എന്ന് വെച്ചാൽ അവർ നമ്മളെ സഹായിക്കും കേട്ടോ. അവർക്ക് സഹായിക്കും എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞത്. അപ്പം ഏതായാലും ഒരു ജ്യൂസും ഒരിതും. ഞാൻ ഭയങ്കര ടയേർഡായിട്ട് നിന്നിട്ട് നിൽക്കുമ്പോൾ ഇത് വാങ്ങിയത്. ഏതായാലും ഭക്ഷണം തന്ന ആൾക്കാരാണ് മറക്കാൻ പാടില്ല. സന്തോഷമായി. ഹബീബി ശുക്രൻ, താങ്ക് യു ബ്രദർ. അത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താങ്ക് യു പറയണ്ടേ. اوكي ديك حديك واحد بطل ഒരു കാര്യം ചെയ്തു തരും.
അടുത്ത ടൗൺ വരെ ജാക്കറ്റ് ഒഴിവാക്കാം. ഇതിൻ്റെ വെയിറ്റ് വരുമ്പോഴൊന്നും എനിക്ക് പ്രശ്നമില്ല. ജാക്കറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് കയ്യും കാലം കറക്കുന്നില്ല. കറുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തെന്ന് ഞാനെന്താണ് വെളുത്തിട്ട് പറയാൻ വേണ്ടി ജീവിക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളമൊക്കെ താഴെ കൂടെ വെച്ചിട്ട് എത്താം. പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ജാക്കറ്റ് എവിടെയും കിട്ടാന്നല്ലേ. കാരണം എൻ്റെ ബ്രീത്തിങ് ഇഷ്യൂ കേട്ടോ, വേറൊന്നുമില്ല. എനിക്ക് എന്താ മനസ്സിലാകുന്നത്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. റീസൺ ഇത്ര വലിയ ചൂടിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ, അതൊരു സത്യമാണ്. നല്ല തീ പോലത്തെ ചൂടാണെങ്കിൽ ഞാൻ സ്പോട്ട് ചവിട്ടിയിട്ട് ജാക്കറ്റ് ഇടും. എൻ്റെ ഉമ്മ ഇത് മുതലാവൂല, ഇത് ചൂട് കൂടുതലാണ്. സോറി ഗായ്സ്, ജാക്കറ്റ് മുതലാവില്ല, പണിയാ. ജാക്കറ്റ് ഇല്ലാണ്ടാവില്ല. ചൂട് ഭയങ്കരമായിട്ട് നമ്മൾ അടുപ്പിൻ്റെ മുമ്പിൽ പോയി വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ റൈഡിങ് ഗിയേഴ്സിൻ്റെ മെച്ചം കേട്ടോ. ഞങ്ങൾ റൈഡിങ് ഗിയേഴ്സ് ഇടാണ്ട് ഇത്ര കൂടെ ഓടുമ്പോഴേക്കും എനിക്ക് മതിയായി. ഇതിൽ വെള്ളമുണ്ട്. ഈ വെള്ളം എടുത്തിട്ട് നമ്മളെ ബോഡി തണുപ്പിക്കാൻ വെച്ചാലോ, ഈ വെള്ളം അതിനും വല്ല ചൂടാണ്. എന്നുവെച്ചാൽ ഇതിപ്പോൾ കുറച്ച് കട്ടൻ ചായ മനസ്സിലായിട്ട് കഴിഞ്ഞാൽ ചായപ്പൊടി മനസ്സിലായിട്ട് ഇപ്പം നമുക്ക് എന്ത് മതിൽ എന്താണെന്നറിയില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. വണ്ടി ഫ്രണ്ട് വീല് ഫുള്ള് ഞാൻ അടിച്ച് മറിച്ചു കേട്ടോ. ബെസ്റ്റ് പഞ്ചറായി, സൂപ്പർ. ടയർ പഞ്ചറായി. വലിയൊരു ആക്സിഡൻറ്റ് പോയി കേട്ടോ. കാരണം ഫ്രണ്ട് ടയർ പഞ്ചറായിട്ട് വണ്ടി പാളുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് പഠിച്ചോ ഞാൻ ഈ പഞ്ചറൊട്ടിക്ക് ഒരാളെ ഹെൽപ്പിനുണ്ടാവുമല്ലോ. ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എൻ്റെ ബേക്കിൽ എനിക്കിതിൽ പഞ്ചർ കിറ്റ് ഉണ്ട്. അപ്പോൾ പഞ്ചർ കിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി പഞ്ചർ അടിക്കുന്ന സംഭവമുണ്ട്. അതെടുത്തിട്ട് നോക്കണം ഇനിയിപ്പോൾ. വിളിപ്പോൾ നട്ടപ്പൊരു വെയിലത്ത് പഞ്ചറാന്ന് വെച്ചിട്ടാ. എൻ്റെ മോനെ വണ്ടി ഇപ്പോൾ വീടാണ്. From India. From India? Yeah. All the way down here? Yeah. Huh? Where are you going? I'm just traveling back. Oh, okay. When I saw you, I said, Yeah. I started off, you know, kind of started up. ഞാൻ പുള്ളിയുടെ കാറിലേക്ക് ഇരിക്കുകയാണ്. കാരണം എനിക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് ഭയങ്കര ചൂടാണ് പുറത്ത്, ഭയങ്കര ടെമ്പറേച്ചർ ഭയങ്കര ചൂടാണ്. പ്ലസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രശ്നമാണ്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഉണ്ടായാലും മനസ്സിലാവും. നല്ല വെതറൊക്കെയാണ്. ഞാൻ മെല്ലെ ഒരു 10-15-20 മിനിറ്റ് അരമണിക്കൂർ എടുത്താലും മെല്ലെ സെൻസാനിട്ട് സെറ്റ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ആകുന്നില്ല കേട്ടോ. 5 മിനിറ്റ് പുറത്തേക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട്. വണ്ടി എടുത്തിട്ട് എൻ്റെ ബൈക്കിൻ്റെ ബേക്കിലിടാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ചുകൂടി മുന്നോട്ടാക്കും, എന്നിട്ട് ഇവിടെ പണി കൊടുക്കും. ഏതായാലും കുടുങ്ങി. ഇതിപ്പോൾ എൻ്റെ ആയില്ല, പണിയെടുത്തേക്കല്ലേ. കല്ലി വല്ലി
Oh, I eat one juice, one little sandwich. you didn't stop to the restaurant? No, there is no restaurant actually. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ പോലും പറ്റുന്നില്ല. വണ്ടി നിർത്തുന്നില്ല. Hey man, I Yeah. got that guy, Hi. truck driver, he's going to help us. Okay. Bس هنا هنا. ما في هنا. ايوه لف. بسم الله. يلا. هلا. Okay. Okay, man, you know, eat. Now we can fix it. Okay, but he said he didn't eat never been all the day, just like he just little Yeah, little. juice. It's not working like that. How you speak English? How I speak English? Yeah. What do you mean how I speak English? Because there is, I think, Iraq, from the Iraqi people, I don't find every people speak English. I'm a doctor. You're a doctor? Yeah, What kind of doctor? that's why I speak English, man. So now you can feel it how I used to be outside Iraq. I was in Europe and in USA. Oh, you mean USA, Euro? Super. I used to be in Europe for like 10 years maybe. I was study there. Then I do have some business in USA. So it's about 20 years. I came back to Iraq about like 4 or 3 years ago. 3 years ago. Yeah, when I headed back to Iraq. Now the weather is very bad. പുള്ളി പോയിട്ടോ ഓക്കെ പുള്ളിക്ക് ഇവിടെ പോകാണ്ട് പോയി അപ്പോൾ ഞാൻ ഒറ്റക്കായി ബാറ്റു ഇനി എൻ്റെ പണിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതെടുത്ത് നോക്കും പഞ്ചർ ഇവിടെ ഇല്ലെന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് ബാക്കി കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റക്ക് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് പറഞ്ഞിട്ട് ആയില്ല അപ്പോൾ തുടങ്ങാൻ പണി ടയർ റൊട്ടേറ്റ് ചെയ്തിട്ട് വെള്ളിക്കും അതാണ് പണി കേട്ടോ അപ്പോൾ മനസ്സിൽ എവിടെ പഞ്ചറിലാണ് റിക്കവറി വന്നിട്ടുണ്ട് റിക്കവറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിളിച്ചു വന്നതല്ല പോകുമ്പോൾ നിർത്തിയാണ് ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടോ شاكر ايوه انت وين رايح؟ انا اروح بغداد بغداد؟ كلام ان شاء الله العراق بصره العراق بصره غانم سطحه اسرع ولا يهمك غانم سطحه يلمك هاي لميتك بالسطحه മനസ്സിലെന്തെങ്കിലും ഓക്കെ ഏകദേശം അരമണിക്കൂറായി ഞാൻ ഈ വണ്ടി കയറിയിട്ട് വെള്ളം കുടിച്ച് നല്ല തണുപ്പ് തരുന്നു ഇപ്പം ഞാൻ ഏകദേശം ഓക്കെ ചെയ്തു കേട്ടോ എന്തൊക്കെയോ സംഭവിച്ചു എനിക്ക് ഹബീബി താങ്ക് യു حبيبي يا بعد قلبي I was أنا ഫുള്ള് തലബാൻ ലൗ ഓക്കെ الله يساعدك ഇത്ര സമയം ആ വെയിലത്തൂര് ശരിക്കും അത്രയും എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയധികം രാജ്യങ്ങൾ പോയിട്ടും ഇത്ര ഇതായിരിക്കും ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ഏറ്റവും ഡേഞ്ചർ മൊമെന്റ് ഇട്ടു ഓക്കെ ലോറിയൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്യണം നോക്കി ഇവിടെ ഇതാണ് ഈ ഡെസേർട്ടിനെ കൊടുത്തത് 100-200 കിലോമീറ്റർ ഉണ്ട് ഒരു വണ്ടികൾ ഉണ്ടാവില്ല ഒരു കട ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എൻ്റെ മോനെ ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഉറപ്പാണ് 100% ഞാൻ മയ്യത്തായിരുന്നു ആരും നിർത്തിയില്ലെങ്കിൽ കാരണം ഞാൻ ഫുൾ എക്സോസ്റ്റഡ് ആകാൻ തുടങ്ങി വെള്ളം തീർന്നേ ബോഡി മൊത്തം ട്രൈ ആകാൻ തുടങ്ങി എനിക്ക് എന്തൊക്കെയോ ആവാൻ തുടങ്ങി എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല പണിയെടുക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല ഒന്നുമില്ല എനിക്കത് തണലില്ല എൻ്റെ മോനെ سؤال تجربة حلوة كانت وحطلاني في نص هذا وجاي لقيناه دايخ لقيناه دايخ حبيبي എന്താ പറയുന്നുണ്ട് താങ്ക് യു
ഓക്കെ, അപ്പോൾ ഏതായാലും വണ്ടി പുറകിൽ സേഫാണ്, സേഫായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇവർ ഒരു സൈഡ് ചെരിച്ചിട്ടുള്ളൂ, പക്ഷെ ഒന്നും കുഴപ്പമില്ല. ഏതായാലും അടുത്ത സിറ്റി ചെയ്തിട്ട് ഞാൻ കാണിച്ചിട്ടോ. ഓക്കെ, ഇതാണ് ഇവരുടെ വണ്ടി. ഒരു ചെറിയൊരു മിനി ട്രക്കാണ്. സോ وين نروح هنا بصرة؟ بصرة. ليش هو ليش؟ بصرة غانم سطحة بصرة. ايوه هنا في سيارة في سيارة عطلانة، أنا أكو سيارة عطلانة. اوكي. بالبطحة أنا شفته عطلان بنص الشارع وخذيته أنا لسه البطحة. يعني إحنا ما نسمح لنا بس نحوب لنا واحد بنص الشارع عطلان وماخذين هسه أقرب بنشرشي في البطحة. عطلان وين؟ عطلان في أرض ميلة شمالية. എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല. ഏതൊരു വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം മനസ്സിലായിട്ടോ. ഞാൻ ബൈക്ക് എടുത്ത് പോകുന്ന റോഡാണ് നോക്കി ഫുള്ള് പൊടിക്കാട്ടോ. ഇവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ 100-200 കിലോമീറ്ററോളം ഡെസേർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും പകൽ ഈ വഴി വരുന്നതാണ്. ഞാൻ 4 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചാണ്, പക്ഷേ ഹോട്ടൽ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണോണ്ട് രാവിലെ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യമില്ല എനിക്ക്. പക്ഷേ ഏതായാലും പഠിച്ചോ സാധിച്ചു. ഈ പഞ്ചറായത് ഏതായാലും നല്ലതില്ല, കാരണം പഞ്ചറായിട്ടില്ലെങ്കിൽ ഞാൻ ഈ വഴി തന്നെ കഷ്ടപ്പെട്ട് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും ആയാണ്. ഇവിടെ വെറും ടയർ കടേൻ്റെ മാത്രം സ്പെഷ്യൽ ഉണ്ട്. നമുക്ക് നിങ്ങൾ എല്ലാ ടയർ കടയുള്ളൂ, പക്ഷെ എല്ലാം പൊട്ടിയിട്ടുള്ളത് ചെയ്യാണ്ട് തോന്നുന്നുണ്ട്. ഈ ചങ്ങായാണ് ഇവിടുത്തെ മെക്കാനിക് കേട്ടോ, നന്നാക്കുന്ന പറയണം. പക്ഷേ എൻ്റെ പിന്ന് പൊട്ടിപ്പോട്ടോ, പിന്ന് പൊട്ടിപ്പോയാണ് മെയിൻ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ഓനെ ഒരു വണ്ടി വരെ വെച്ചിട്ടുണ്ടോ, ഇങ്ങനെ വെച്ച് നോക്കി എൻ്റെ പടച്ചോനെ എൻ്റെ ഫ്രണ്ടിലേക്ക് തള്ളി വന്നോ ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞ ആവൂലെന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഓക്കെ, ഫുള്ള് ടയറാണ് ഇവിടെ മെയിനായിട്ട്. ഇവർ ഈ ട്രക്കിന് ടയറൊക്കെ സർവീസ് ചെയ്യുന്നു കേട്ടോ. ഈ പാവങ്ങളെ ആവൂലെന്ന് പറഞ്ഞ പരിപാടി ഭാഗം കയറുന്നുണ്ട്, ഇവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. എൻ്റെ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഇവിടെ നന്നാക്കിയാലും എനിക്ക് ഏതെങ്കിലും എ സിയിൽ ഏതെങ്കിലും സ്ഥലത്ത് കടയിൽ ഭയങ്കരമായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഫുള്ളും സൈഡായി പണ്ടാണ്. ഇത് റൂബൽഗാലിനേക്കാളും വലിയ ഡെസേർട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ റൂബൽഗാലി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡെന്നേ ഉള്ളൂ, പക്ഷെ അതുക്കും മേലെ ചൂടാട്ടോ ഇവിടെ. ഇന്നത്തെ ഇവിടെ ചൂട് എത്ര അറിയുക? 43 ഡിഗ്രി. 43 ഡിഗ്രി ചൂടിൽ നിന്ന് 30 മിനിറ്റ് ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. صور لي. ايوه. اوه شو قطعت؟ ഓനെ സാധനം പീസ് കാണിച്ചെടുത്തിട്ട് ഓൻ ഓക്കെ പറഞ്ഞ് ഇവിടെ ഇറക്കി പണിയെടുക്കും കേട്ടോ. പണിയെടുപ്പിച്ച് നേരെ അപ്പുറം ഹോട്ടലിൽ വന്നിട്ട് എനിക്ക് അവിടെ റെസ്റ്റ് എടുക്കുകയും ചെയ്യും. എന്താ പറഞ്ഞു വെച്ചാൽ നീ താഴെ ഇറക്കി ഞാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറക്കാൻ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊരു ഗ്രീൻ കാർഡ് കേട്ടോ, അതൊരു ഗ്രീൻ സിഗ്നലാണ്. ഒരു പച്ച സിഗ്നൽ എത്തിയെന്നൊക്കെ പറഞ്ഞത് അതുപോലെയാണ് കേട്ടോ. നോക്കാമെന്ന് പറഞ്ഞാൽ മീൻസ് പണി എനിക്ക് അറിയാമെന്നതിൻ്റെ അർത്ഥം കേട്ടോ. നമുക്കത് നോക്കാം. ഒരു ടയറൊക്കെ ചളിഞ്ഞ് അങ്ങനെ തള്ളിയാൽ മുകളിൽ കയറി പണിയാണ്. ഇത് ഫുൾ ഓയിലിങ് കേട്ടോ, ഓയിലായിട്ട് വണ്ടിയൊക്കെ ഒരു സൈഡ് ചെരുപ്പിച്ചൊക്കെ വെച്ചിട്ട് വേറെ ഓപ്ഷൻ നമുക്കില്ല. ഒരു ചൈന ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഏതായാലും ടോപ്പ് ബോക്സിന് പൊട്ടൽ കൊണ്ടിട്ടുണ്ട്, അത് കല്ലിവല്ലി എല്ലാം ശരിയായിട്ട് കേട്ടോ. നമ്മുടെ ടൂൾസ് കേട്ടോ നമുക്ക് എടുക്കുന്നത്. هذا؟ لا لا هذا في موجودة. وين؟ جايت من الحكومه هناك مشوفك انتخابات على الوزاره കമ്പ് എന്തെല്ലോ സംഭവിച്ചിട്ടോ. എൻ്റെ മെയിനായിട്ട് കാണിച്ചാണെന്ന് വെച്ചാൽ അതിൻ്റെ കമ്പി. You going? انا راح دبي. Thank you so much brother. اي شيء تحتاج انا بالبصره حبيبي. جود براذر يلا يلا. Thank you so much brother. Thank you so much brother. അയ്യോ സംഭവം എന്ന് വെച്ചാൽ ഇവർ പോവാണ്.
اوكي 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 نشر عام ثاني يلا ان شاء الله ശുക്രൻ. എൻ്റെ അപ്പോൾ അടിപൊളി ആൾക്കാരുടെ ഒരു രക്ഷയില്ലേ. ഒരാളുടെ വണ്ടി പണിയുന്നുണ്ട്. ഓക്കെ അവർ പോയി. ഞാനവിടെ മരിച്ചു കിടക്കുന്നത് ഞാനാണ്. ഈ പിള്ളേർ വന്നിട്ട് ഞാൻ സർവൈവ് ആക്കി കൊണ്ടുവന്നിട്ട് ഞാൻ സാധനം കൊടുക്കട്ടെ. كله مشكلة كله مشكلة. ايوه تاسف الناصرية ناصرية هذا ناصرية ايوه ناصرية تقاطع البطح السريع ايوه هذا نفر كلام هذا كويس. ناصرية هاي أوكي. محل مال بنشر ومحل بن محل بن ما شنو اسمه شاكر. وانا شاكر اسمه انت اسمك شاكر؟ ايوه انت اسمه شاكر. انا اسمي جهاد مش شاكر. جهاد جهاد اوكي നല്ല പേര്. هاي لازم ناخذ للولاية يسوونها لنا. انا اروح بغداد. انت تروح بغداد؟ ايوه سياحة؟ ايوه سياحة. ഞാൻ വെള്ളം വാങ്ങാൻ നോക്കണേ. ഇവിടെ ഷോപ്പിൽ വെള്ളമുണ്ട്, പോയി വാങ്ങിയിട്ട് വിളിച്ചു. ജീവിതം സൂപ്പറാട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലല്ലോ. പറഞ്ഞില്ലല്ലോ, ഇറാഖിൽ ഏതോ ഒരു കാട്ടുമൂലക്ക് വണ്ടി പഞ്ചറായിട്ട് വെള്ളം പിടിക്കാൻ വേണ്ടി പിടിക്കും. ഇത് ഇവിടുത്തെ ഷോപ്പാണ്, കാണിച്ചോ. ഓ അടിപൊളി. സ്വർണ്ണം കിട്ടിട്ടോ. മാഫി മോയ കബീർ മാഫി ايوه اوكي الله جيب 2 لابسين له شاني اكو بمسوق شاني لا مويه بس مويه ماي ماي ايوه ماي ماي ഇവിടെ വെള്ളത്തിന് മോയലട്ടോ, മായി എന്ന് പറയുന്നത്. وهذا سنيكرز اوكي اعطيك باردة عافي اوكي തണുത്തേന്ന് കേട്ടോ. هاي صديق اوكي شكرا حياك الله شكرا. حبيبي സ്നിക്കേഴ്സും വാങ്ങി വെള്ളവും വാങ്ങിട്ടോ. ഇനി നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോട്ടെ. لا ഹിന്ദുസ്ഥാനി അയാൾക്കല്ല ബ്രദർ. ഓന് വന്ന് പാകിസ്ഥാനി, ഞാൻ പറഞ്ഞല്ല ഹിന്ദുസ്ഥാനി. ഇവിടെ ഭയങ്കര ചീപ്പാണ്. സ്റ്റിക്കേഴ്സും ഇതും വാങ്ങിയിട്ട് 1000 റുപ്യ ആയിട്ടുള്ളൂ. 1000 എന്ന് പറയുമ്പോൾ 4 12 4 5 20 5 ദിർഹംസ്. 5 ദിർഹംസിന് ഒരു സ്നിക്കർ കിട്ടി, 4 ബോട്ടിൽ വെള്ളം കിട്ടി. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കടകളിലൊക്കെ വെള്ളത്തിൻ്റെ ബോട്ടിലിനെ വൃത്തിയില്ലാത്ത ബോട്ടിലേക്കാണ്. എന്ന് വെച്ചാൽ പുറത്ത് വൃത്തിയുണ്ടാവും, ചിലപ്പോൾ മണ്ണുണ്ടാവും, ചിലപ്പോൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ല. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു വെള്ളം വരുന്ന ഇവിടുന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ പ്രശ്നമുണ്ട്. 43 ഡിഗ്രി ചൂടിൽ വെള്ളം മേടിച്ചിട്ടേ പോകും. വെൽക്കം ടു മല്ലു ട്രാവലർ ഗായ്സ്. ഇതാണ് ഇങ്ങനെ ഓഫീസ് ഇല്ലേ, ഉള്ളു വേറൊന്നുമില്ല. തകർച്ചയിട്ടുള്ള പരിപാടി. ഞാൻ കൈ സ്നിക്കേഴ്സ് കേട്ടോ. ഇതാണ് എൻ്റെ ലഞ്ച്. പാവം അയച്ച സൈഡായിരുന്നു കൂടുതൽ. ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഫിറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ തന്നെ പണി ഇപ്പോൾ കാരണം വേറെ ഓപ്ഷൻ എടുത്തില്ല. പുള്ളി ലേറ്റ് ആകുന്നുണ്ട്. أنا كله تعبان. لا أنا كله تعبان. ليه ما في ما في مشكلة. Enjoy. في ലോറിൻ്റെ കിച്ചണുണ്ടോ ഓക്കെ. ഇതാ ലേസ് ഓക്കെ അങ്ങനെ തുറക്കുന്നുണ്ട്. അയ്യോ ഓക്കെ കേട്ടോ. അതുകൊണ്ടോ ചിക്കൻ കാര്യങ്ങൾ ഫ്രിഡ്ജ് കേട്ടോ, ഫ്രീസറാണേ. ഓക്കെ
അടിപൊളി. موصل العراق شمال العراق اربيل بغداد ബഗ്ദാദ് شمال اربيل അറബിയ بغداد അനഗോ തുർക്കിയ تركيا നോ അനഗോ തുർക്കിയ تركيا زاخو تمام زاخو تركيا ആ هذا روح هذا ويانا تركيا ഇവര് പറഞ്ഞോ ബൈക്ക് എടുത്തിട്ട് ഞാൻ തുർക്കിയിൽ ഇറക്കി തരാം. അയ്വാ അയ്വാ ഇവൻ്റെ വണ്ടിയിൽ ഞാൻ പോവാട്ടോ. ഇത് ഈ ഒരു പീസാണ് പൊട്ടിയത്, ഇതാണ് പൊട്ടിയത്. അതാണ് പാർട്സ്. അപ്പോൾ ഇത് വാങ്ങാനാണ് പോകണം നമ്മൾ. ഓക്കെ ناصرية بطحة أيوة ناصرية تقاطع البطحة أيوة رايحين للمحل ندور لك قصبة من الهاي أيوة ഇതാണ് ഇതിൻ്റെ പാർട്സ്. ഇത് വേണ്ടത് هاي دراجة شوف കണ്ടോ, ഇതാണ് പൊട്ടിപ്പോയ പീസ് കേട്ടോ. ആ എൻ്റെ മോനെ അയ്യോ വലിയ കുന്നെല്ലാം അടിച്ചിറങ്ങിട്ടോ നീ. ആ അടിപൊളി. അല്ല നമുക്ക് സ്ഥലങ്ങളും കാണാൻ പറ്റില്ലല്ലേ, എൻ്റെ വലിയ ഭാഗ്യം. വണ്ടി കംപ്ലൈൻ്റ് ആയതാ. അതാ സ്ഥിതി. مع الدراجات هاي ഓക്കെ ആ കടയിലുണ്ട് എന്താ പറഞ്ഞേ. مع الدراجات تصليح ഇവൻ്റെ കടയാണ്, അതിൻ്റെ വീഡിയോ എടുക്കാനുണ്ട് പറഞ്ഞത്. هاي تصليح دراجات അയവാ صور يلا انزل ഓക്കെ السلام عليكم ജി تعال شلون السلام عليكم هذا اجنبي ആ ഇതൊരു ഷോപ്പാട്ടോ. هذا اجنبي طقت قصبه مع دراجه التاير قدام اريد هاي قصبه التاير تكون لبس പുള്ളി നോക്കി നന്നാവുന്നില്ലെന്ന് അറിയില്ല. الحجي ഹജ്ജി അയവാ മാഷാ അല്ലാ സൂപ്പർ. ثلاث مع الدراجات ഓക്കെ സൂപ്പർ സൂപ്പർ. അപ്പോൾ പുള്ളി നോക്കുന്നുണ്ട് നന്നാക്കാനാവുന്നില്ല. ഇവിടെ ഇത് കൂളറാണ് പുറത്ത്. അയവാ കുല്ലു അതാ ജൻ അയ്യോ من شو اسمه من يا دوله ഹോണ്ട മിൻ ഐനി ഇന്ത്യ ഹിന്ദുസ്ഥാൻ هندستان അയവാ ഹിന്ദുസ്ഥാൻ. من الاكبر ഞാൻ കുറേ അറബി ഇവരപ്പം നടന്നിട്ട് പഠിച്ചിട്ടോ. ഈ ചങ്ങാതി അവിടെ നിന്ന് വെറുതെ നോക്കുന്നുണ്ട്. شو خطيه പുള്ളി എന്താ പറഞ്ഞാൽ വെച്ചാൽ ഈ സാധനം പുള്ളി എനിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടോ, പൈസ വേണ്ടാന്ന് പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ഇറാഖിൽ നിന്ന് വളരെ സേഫായിട്ട് നീ പുറത്തേക്ക് പോട്, എനിക്ക് പൈസ ഒന്നും തരണം കേട്ടോ. പുള്ളി പറഞ്ഞു അതേലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പല സ്ഥലങ്ങളിൽ എനിക്ക് ഫീൽ ആകുന്നുണ്ട് ഇവരെ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു സംഭവമല്ലേ, അത് അടിപൊളി കേട്ടോ. ശുക്രൻ شكرا حجي يلا അജി ശുക്രൻ. يلا نمشي അപ്പോൾ അവർ ഭയങ്കര സംഭവമായിപ്പെട്ടത്. കാരണം വെച്ചാൽ പൈസ വേണ്ടെന്ന് പറയുമ്പോൾ അടിപൊളി. ഇങ്ങനത്തെ വണ്ടികളാണ് പുള്ളി സർവീസ്. വാലൈക്കും അസ്സലാം സദീഖ്. صديق അയ്വാ കോൽ കോയ്സ് وين اعرفهم؟ ഫ്രം ഇന്ത്യ. انديا؟ അയ്വാ عربي انديا أنا هذا صيني اي صيني كم سي سي 100 هم لا لا نوميا نوميا انزل يلا يلا. نمشي أيوة يلا ورا اتفرج اليوم افرك البطحه كلها أوكي انظر ورا ها شوفوا يعني يا ها أنا في سمسم هذا واحد. انت جمعان فلوس اعطيك لا اعطيك فلوس لا 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 ها لا والله يا الله thank you so much. Yeah thank you so much صديق. صورني Thank you, brother. يلا اصعد എന്നോട് വെച്ചെന്നറിയാം ഭക്ഷണം കഴിക്കാൻ പൈസ വേണേ അബീബി. ഓക്കെ ഓക്കെ എന്നോട് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പൈസ വേണമെന്ന് വെച്ചേ. എൻ്റെ മോനെ ഇറാഖികളെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. طشيت ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുണ്ട് ഇവര്. صور هذا خش السلام عليكم അപ്പോൾ മേടിച്ചുകൊണ്ട് പിന്നെ മാറിയിട്ടുണ്ടോ, ഇത് മാറ്റി ഫിറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ മെച്ചെന്ന് വെച്ചാൽ ഇവിടെ വേറെ കാര്യം വെച്ചാൽ ഇവിടുത്തെ വെള്ളമില്ല ടയർ മുക്കാൻ. ഇവർ മാക്സിമം വെള്ളം ലാഭിക്കുന്ന അറിയില്ല.
അയ്യോ അങ്ങനെ പണി കേട്ടോ. ഈ പീസ് പൊട്ടിപ്പോയത് ഇത് വലിച്ചു വേറെ ഓപ്ഷനില്ല. ടൈറ്റ് ചെയ്യുന്നുണ്ട്. സമയം 6 മണിയേ, 11 മണി മുതൽ ഞാൻ വെയിലെത്താം. എൻ്റെ കോല നോക്കിയാളെ. അപ്പൊ നമ്മൾ കൈയൊക്കെ നോക്കിയാ بعدين انا شوف يعني ما تروح ريال البيت تروح ريال البيت. ഓക്കെ, വേറെ കാര്യമുണ്ട്. പുള്ളി പറഞ്ഞേ ഞാൻ വിചാരിച്ചത് ഇവരെ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു 12 മണിക്ക് രാത്രി വിടാമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞ് പോകണ്ട, എൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകുന്നത് മുപ്പര വീട്ടിലേക്കാണ്. മുപ്പര എൻ്റെ അടുത്ത് വലിയ പൈസ പോയി, ചെറിയ പൈസ പോയി. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് പുള്ളിയുടെ കൂടെ പുള്ളിയുടെ വീട്ടിലേക്ക്. ഈ വണ്ടിയുടെ പണി തീർക്കുമ്പോൾ എൻ്റെ കൂടെ വരാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്ത് മനുഷ്യരല്ലേ, ഒരു ബൈക്കറിൻ്റെ ഒരു ഇഷ്ടമാണ് അത്. നിങ്ങൾ വേറെ ഏത് വണ്ടി എടുത്തൊന്നും കാര്യമില്ല, വണ്ടി എടുത്ത് ബൈക്ക് മാത്രമേ ഒരു കാര്യം കിട്ടും. അപ്പോൾ ഞാനെപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എന്താ പറയുക, ഏതായാലും പുള്ളിയുടെ വീട്ടിലെ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത് വിടും കേട്ടോ. ഓക്കെ, എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ആരെങ്കിലും കുടുങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ദയവേരി അവരെ സഹായിക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ടയർഡാണ്, ബട്ട് ഐ എം ഹാപ്പി. നല്ല നല്ല വീഡിയോസ് വരാണ്ട്, പുള്ളിയുടെ വീട്ടിലത്തെ കാഴ്ചകൾ വരാണ്ട്, ഇവിടുന്ന് കർബയിലേക്ക് നൈറ്റ് റൈഡ് വരാണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡ് മിസ്സാവാതെ കാണണേ. കാരണം അടുത്ത എപ്പിസോഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളും അതുപോലെ ഇറാഖിലെ ഗ്രാമീണ കാഴ്ചകളും പിന്നെ ബാഗ്ദാദിലേക്കുള്ള യാത്രയും. ബാഗ്ദാദിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വണ്ടിക്ക് വീണ്ടും പ്രശ്നങ്ങൾ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.